ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ വർഷം ശ്രീകാന്ത് ഫോൺ എടുക്കാത്ത ദേഷ്യത്തിൽ മനസ്സിൽ പറയാണ്, നിന്നെ കൊണ്ട് എങ്ങനെ ഇവിടെ വരുത്തിക്കണം എന്ന് എനിക്കറിയാം, നിന്നെ തന്നെ ഇവിടെ വരുത്തിക്കോളാം എന്ന് പറഞ്ഞ് നേരെ നമ്മുടെ രേവതീനെ വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, ചേച്ചി ഞാൻ ചുമ്മാ വിളിച്ചതാ, എന്നെ കൊണ്ട് വിശേഷം, ശ്രീകാന്ത് ചേച്ചിയും ഹസ്ബൻഡും തമ്മിൽ എന്തോ പ്രശ്നമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, അതൊക്കെ എന്തായി എന്നറിയാമെന്ന് ഓർത്ത് വിളിച്ചതാന്ന് പറയുമ്പോഴേക്കും രേവതി പറയാണ്, അതൊക്കെ മാറി മോളെ, എല്ലാം നന്നായിട്ട് പോകുന്നു, ഇങ്ങനെ വിളിച്ച് അന്വേഷിച്ച് സന്തോഷമുണ്ടെന്നൊക്കെ പറയുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും വർഷ പറയുവാണ്, ഞാൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് ശ്രീകാന്തിനെയും കൊണ്ട് ഫുഡ് ഓർഡർ ചെയ്യിക്കാമെന്ന് ഓർത്തിരിക്കുക എന്ന് പറയുമ്പോൾ രേവതി പറയാം, അയ്യോ മോളെ അവൻ പോയില്ലോ, ഇവിടെയുണ്ട് വീട്ടിലാന്ന് പറയുമ്പോഴത്തേക്കും വർഷം മനസ്സിൽ ചിന്തിക്കോ, വീട്ടിലുണ്ടല്ലേ, നിന്നെ ഇവിടെ വരുത്തിക്കാനുള്ള മാർഗ്ഗം എനിക്കറിയാമെന്ന് പറഞ്ഞ് വർഷ പറയുകയാണ്, ചേച്ചി അന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്ന ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നല്ലോ, അതിനെന്ത് ടേസ്റ്റായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് രേവതി പറയുക, അതിനെന്താ ഞാനതിപ്പോൾ ഉണ്ടാക്കി തരാമല്ലോ, നീ ഫുഡ് കഴിച്ചില്ലല്ലോ, ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറയുവാണ്. ആ സമയത്ത് വർഷം പറയുന്നുണ്ട്, അതൊന്നും വേണ്ട ചേച്ചി, ചേച്ചിക്ക് അതൊരു ബുദ്ധിമുട്ടാവില്ല എന്ന് ചോദിക്കുമ്പം രേവതി പറയാം, ഇതൊക്കെയല്ലേ എൻ്റെ സന്തോഷം, ഒരു കുഴപ്പമില്ല, നീ വെയിറ്റ് ചെയ്യ്, നീ ഡബ്ബിങ് കഴിയുമ്പോഴത്തേക്കും ഉച്ചയ്ക്ക് ഉണ്ണാറാകുമ്പോഴത്തേക്കും ഫുഡും കൊണ്ട് ഞാനങ്ങ് വന്നേക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ വർഷം പറയുന്നുണ്ട്, അതെങ്ങനെ വരാനാ, ചേച്ചിക്ക് വഴി അറിയുമോ എന്ന് ചോദിക്കുമ്പം രേവതി പറയുകയാണ്, അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട, പൂ വിറ്റ് ഞാൻ കുറേ വഴി കൂടെ നടന്നിട്ടുള്ളതാണ്, അതുകൊണ്ട് എങ്ങനെയും തപ്പിപ്പിടിച്ച് ഞാൻ എത്തിക്കോളാം എന്ന് പറയുമ്പം വർഷം പറയാം, എങ്കിൽ ഒരു കാര്യം ചെയ്യും, ശ്രീകാന്ത് ഉണ്ടല്ലോ, ശ്രീകാന്ത് റെസ്റ്റോറൻറ്റ് പോകുന്ന വഴിക്ക് ചേച്ചീനെ എവിടെ ഇറക്കാൻ പറയാം എന്ന് പറയുമ്പോൾ രേവതി പറയാം, അതൊരു നല്ല ഐഡിയ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണ് കേട്ടോ. കഴിഞ്ഞ് ശ്രീകാന്ത് റെസ്റ്റോറൻറ്റിൽ പോകാൻ തുടങ്ങാൻ നേരത്ത് രേവതി പറയുവാണ്, ഞാനും വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് ചോദിക്കുക, എന്ത് പറ്റി ചേച്ചി, എവിടെ പോകാനാന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, പക്ഷേ കാണാനാ, അവൾക്ക് അന്നുണ്ടാക്കിയ ചിക്കൻ ഫ്രൈ ഭയങ്കര ഇഷ്ടമായി എന്നാണ് പറഞ്ഞേ, അത് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ, എനിക്കത് അവൾക്കൊന്ന് കൊടുക്കണം, നീ എന്തായാലും ആ വഴിക്കല്ലേ പോകുന്നേ, എന്നെയും കൂടെ ഒന്ന് ഡ്രോപ്പ് ചെയ്യുമെന്ന് പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന ശ്രീകാന്ത് പറയുന്നുണ്ട്, അതവൾ ചുമ്മാ പറഞ്ഞായിരിക്കും എന്ന് പറയുമ്പോൾ രേവതി പറയും, അല്ല, അവൾ ഇങ്ങോട്ട് പറഞ്ഞതൊന്നുമല്ല, ഞാനാ പറഞ്ഞ് അങ്ങോട്ട് ഉണ്ടാക്കിക്കൊണ്ട് വരാമെന്ന്, അവളപ്പോൾ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരിക്കും, നീ എന്തായാലും ആ വഴിക്കല്ലേ പോണേ, എന്നെയും കൂടെ ഒന്ന് ഡ്രോപ്പ് ചെയ്യുമെന്ന് പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പുറത്തു പോകാൻ വേണ്ടി നിൽക്കുവാണ്, പറയുവാണ്, ഞാൻ ബാമയുടെ കൂടെ ഒന്ന് പുറത്ത് പോയിട്ട് വരാം, ഇന്ന് പോയി ഇൻ്റർവ്യൂ എന്തായിടാന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, കിട്ടിയില്ല അമ്മയെന്ന് പറയുമ്പം ചന്ദ്രയ്ക്ക് ആകെ ടെൻഷൻ ആവുകയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, ഏതൊരു ഒരു ജോൽസിനെ കാണും, അത് കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിന് പെട്ടെന്ന് ജോലി കിട്ടിക്കോളും എന്നൊക്കെ പറഞ്ഞ് ശ്രുതിനെ ആശ്വസിപ്പിക്കുവാണ്. ശ്രുതിയപ്പോൾ പറയുന്നുണ്ട്, ഇത്രയും ഡിഗ്രി ഉണ്ടായിട്ട് കിട്ടിയില്ല, പിന്നെ ഒരു ജോത്സ്യം വിചാരിച്ചാലാണോ എന്ന് പറയുവാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, നീ എന്തായാലും റെസ്റ്റ് എടുക്കുക എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ശ്രുതി എന്ന് പറഞ്ഞ് തലയാട്ടുമ്പോൾ ചന്ദ്ര ഇങ്ങനെ കലയാക്കി പറയുവാണ്, എപ്പോഴും റെസ്റ്റ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, അമ്മ എന്നെ ഇങ്ങനെ പറയുവാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചുമ്മാ പറഞ്ഞാടാ, നീ എന്തായാലും റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞ് ചന്ദ്ര അവിടെ നിന്ന് പോവാണ് കേട്ടോ. ചന്ദ്ര പോയി കഴിയുമ്പോൾ ശ്രുതി ഇങ്ങനെ ചിന്തിക്കുവാണ്, ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കാശില്ല, ഹണിമൂൺ പോകണം, ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്, പിടിച്ച് നിൽക്കാൻ എന്താ ചെയ്യുന്നതെന്ന് ഓർത്തപ്പോഴാണ് അന്ന് നമ്മുടെ രവീന്ദ്രൻ കൊടുത്ത ക്യാഷിൻ്റെ കാര്യം ഓർത്തത്. ചന്ദ്രയുടെ കൊടുത്ത ക്യാഷ് എന്തായാലും അമ്മയുടെ മുറിയിലുണ്ടെന്ന് അറിയാവുന്ന ശ്രുതി നേരെ അമ്മയുടെ മുറിയിലോട്ട് പോവുകയാണ് കേട്ടോ. അവിടെ ചെന്ന് കീ എടുത്ത് പയ്യെ ആരും കാണാണ്ട് ആ ഷെൽഫിൽ നിന്ന് അന്ന് രവീന്ദ്രൻ കൊടുത്ത ക്യാഷ് എടുത്ത് ബാഗ് വെക്കുവാണ് ശ്രുതി. എന്നിട്ട് പയ്യെ ആരും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തി വീട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുവാണ് കേട്ടോ. അതേസമയത്ത് നമ്മുടെ ശ്രീകാന്തിൻ്റെ കൂടെ രേവതി വർഷയ്ക്കുള്ള ഫുഡുമായിട്ട് സ്റ്റുഡിയോയിൽ എത്തുവാണ് കേട്ടോ. അപ്പം ശ്രീകാന്ത് പറയുന്നുണ്ട്, ഞാനെന്നാൽ പോവാ എന്ന് പറയുമ്പോഴത്തേക്കും രേവതി പറയുന്നത്, എത്രയും വന്നിട്ടോ, എന്തായാലും അവളെ കൂടെ ഒന്ന് കണ്ടിട്ട് വാ, നീ കയറി വാ ശ്രീകാന്ത് എന്ന് പറഞ്ഞ് വിളിക്കുവാണ് കേട്ടോ. നിർബന്ധിക്കുമ്പോൾ ശ്രീകാന്ത് ഭാഗത്തേക്ക് കയറി ചെല്ലുവാണ്. അതേസമയത്ത് ഡബ്ബിങ് കഴിഞ്ഞ് വർഷ താഴേക്ക് വരുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ എഡിറ്റ് ചെയ്യുന്ന ആൾ പറയുന്നുണ്ട്, വർഷ ഒരു പ്രശ്നമുണ്ടല്ലോ, അന്നത്തെ ആ ക്യാരക്ടർ ചെയ്ത വ്യക്തിക്ക് ഡബ് ചെയ്യാനുള്ള ആൾ വന്നിട്ടില്ല, എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് കുഴപ്പമില്ല, രേവതി ചേച്ചിയില്ലേ അന്ന് ഡബ് ചെയ്ത്, പുള്ളിക്കാരി വരുന്നുണ്ട്, പുള്ളിക്കാരിയെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാമെന്ന് പറയുവാണ്. രേവതിയെ കാണുമ്പോഴേക്കും വർഷം ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുവാണ് കേട്ടോ. ആ സമയത്തൊക്കെ ശ്രീകാന്തിനെ തുറച്ചു നോക്കുന്നുണ്ട്. ശ്രീകാന്ത് ആണെങ്കിൽ ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ നിൽക്കുക. അത് കഴിയുമ്പോഴത്തേക്ക് രേവതി വർഷയ്ക്ക് കഴിക്കാൻ വേണ്ടി ഫുഡൊക്കെ വിളമ്പി കൊടുക്കുവാണ്. വിളമ്പി കൊടുക്കാൻ നേരത്ത് വർഷ ചോദിക്കുന്നുണ്ട്, എന്നാൽ ശ്രീകാന്ത് കഴിക്കുക, ടേസ്റ്റ് ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ ശ്രീകാന്ത് വേണ്ടാന്ന് പറയുവാണ് കേട്ടോ. അതൊക്കെ വർഷയ്ക്ക് ഒരു അടി കിട്ടിയ പോലെ ആവുകയാണ്. ശ്രീകാന്ത് എന്നിട്ട് ഒന്നും മിണ്ടാണ്ട് മാറിയിരിക്കുവാണ്. ആ സമയത്ത് വർഷ ചോദിക്കുന്നുണ്ട്, നീ ഭയങ്കര ബിസിയാന്ന് തോന്നുന്നു ശ്രീകാന്ത് എന്ന് പറയുമ്പോൾ അതെ തിരക്കുണ്ട്, റെസ്റ്റോറൻറ്റിൽ പോകണം എന്ന് പറയുമ്പോഴത്തേക്കും വർഷ പറയുവാണ്, രേവതി ചേച്ചി അന്ന് ഡബ് ചെയ്തില്ലേ, ആ ക്യാരക്ടറിന് വേണ്ടി ഒന്നുകൂടെ ഡബ് ചെയ്യണം, അത്യാവശ്യം ആയതുകൊണ്ടാണെന്ന് പറയുവാണ് കേട്ടോ. രേവതി അയ്യോ അതൊന്നും വേണ്ട, അന്ന് തന്നെ എങ്ങനെയോ ചെയ്തപ്പോൾ രക്ഷപ്പെട്ടു എന്നേ ഉള്ളൂ, അത് കാണാനും കൂടെ പറ്റിയില്ല എന്നൊക്കെ പറയുവാണ്. അവസാനം വർഷം നിർബന്ധിക്കുമ്പോഴത്തേക്കും രേവതി സമ്മതിക്കുവാണ് കേട്ടോ. ശ്രീകാന്ത് പറയുവാണ്, വാ നമുക്ക് പോയി ഡബ് ചെയ്യാം, എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, നല്ലൊരു അവസരമല്ലേ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ.
അങ്ങനെ അവർ മുറി ചെന്ന് ഡബ്ബിങ് തുടങ്ങുവാണ്. ഡബ്ബിങ്ങിനുള്ള ഡയലോഗുകളൊക്കെ കൊടുക്കുവാണ് കേട്ടോ രേവതിക്ക്. അപ്പം രേവതി തിരിച്ചു ചോദിക്കുന്നുണ്ട്, സാർ ഇതെന്താ സീൻ എന്ന് ചോദിക്കുമ്പം സാറ് പറയുവാണ്, അത് ഒരു അമ്മായിയമ്മ മരുമോളെ വഴക്ക് പറയുമ്പം മരുമോളുടെ അവസ്ഥയാണ് എന്ന് പറയുമ്പോഴത്തേക്ക് രേവതി നേരെ ചോദിക്കുന്നുണ്ട്, ഇതെന്താ സാർ അമ്മായിമ്മമാർ മാത്രമേ മരുമക്കളെ വഴക്ക് പറയുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അതൊരു പണക്കാരി അമ്മായിമ്മയാണ്, മരുമോൾ പാവപ്പെട്ടതും എന്ന് പറയുമ്പോഴത്തേക്ക് രേവതി തിരിച്ച് സാറിനോട് ചോദിക്കുക, അതെന്താ സാർ പാവപ്പെട്ട മരുമക്കൾക്കൊന്നും പ്രതികരിക്കാൻ പറ്റില്ലേ എന്ന്. അത് കേൾക്കുന്ന പുള്ളിക്ക് ചിരി വരുവാണ് കേട്ടോ. പുള്ളി ചിരിച്ചിട്ട് പറയുകയാണ്, ഇത് ഞാൻ എഴുതിയതല്ലോ, ഡയറക്ടറും റൈറ്ററും കൂടെ തന്നതല്ലേ, ഞാൻ എന്തായാലും അവരോട് പറയാം എന്ന് പറയുവാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് രേവതി ചോദിച്ചിട്ട് പറയാണ്, ശരി സാർ എന്ന് പറയുകയാണ്. ശ്രീകാന്ത് പറയാണ്, ശരി എന്നാൽ തുടങ്ങിക്കോ എന്ന് പറഞ്ഞ് രേവതി ഡബ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറുവാണ് കേട്ടോ. ആ സമയത്ത് വർഷ സാറിൻ്റെ ഫോണിൽ വിളിച്ചിട്ട് പറയാണ്, ശ്രീകാന്ത് അവിടെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്ന് വരാൻ പറയാമെന്ന്. അത് കേൾക്കുമ്പോഴത്തേക്കും ശ്രീകാന്തിന് ഒരു അടി കിട്ടുന്ന പോലെയാവും. പക്ഷെ പോവാതിരിക്കാനും പറ്റില്ല. ശ്രീകാന്ത് എന്നിട്ട് അവിടുന്ന് പയ്യെ എഴുന്നേറ്റ് പോവാണ് കേട്ടോ, മനസ്സോടെ. അതേ സമയത്ത് വർഷ ശ്രീകാന്തിങ്ങ് വരട്ടെ, ബാക്കി ശ്രീകാന്തിനിട്ട് കൊടുത്തിട്ടേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ദേഷ്യപ്പെട്ട് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്